ഹലോ ഗായ്സ്, അന്നേരം എല്ലാവർക്കും മോട്ടോർ വേൾഡിലേക്ക് ഒന്നോടെ സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഈ വണ്ടി കൈ കിട്ടിയിട്ടുണ്ട് റിവ്യൂ ചെയ്യാനായിട്ടെന്ന് ചോദിച്ചിട്ട്. അന്നേരം ഞാൻ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഈ വണ്ടിയുടെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ പോലെ തന്നെ വണ്ടിയെക്കുറിച്ചിട്ട് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ചോദിച്ചിരുന്നു. ഒരുപാട് പേര് നന്നായിട്ട് തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെയൊക്കെ കുറച്ച് ഉത്തരങ്ങളും പിന്നെ ഈ വണ്ടിയുടെ ആയിട്ടുള്ള കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. ഈ വണ്ടിയുടെ ഫസ്റ്റിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് 350 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 500 നിന്നും ഒരു മോഡിഫൈ ചെയ്ത് വന്നൊരു വേരിയൻ്റ് എന്നൊക്കെ വേണം നമുക്ക് ഈ ഒരു വണ്ടിയെ പറയാം. പിന്നെ ഈ വണ്ടിയുടെ പർപ്പസിൻ്റെ കാര്യം ചോദിക്കാനാണെങ്കിൽ, ഇപ്പം ഹിമാലയൻ്റെ അത്രയൊന്നും കട്ട ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമുക്കിപ്പോൾ അത്യാവശ്യം ഓഫ് റോഡിങ്ങും ഒരുപോലെ തന്നെ സിറ്റിയിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു നല്ലൊരു ബൈക്കായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊരു കംപ്ലീറ്റ് സോളോ റൈഡ് ബൈക്കായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. നമുക്കൊരു സിംഗിൾ സീറ്റ് ബൈക്ക് എന്നൊക്കെ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്പില്ലിയനെ ഒരു സീറ്റോ വയറിലൊന്നും വരുന്നൊന്നുമില്ല. ഈ കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള ഒരു ലഗേജ് റാക്ക് മാത്രമേ നമുക്ക് ബാക്കിൽ വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമുക്കൊരു പില്യൻ സീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ബാക്കിൽ സീറ്റ് കൂടാതെ തന്നെ ബാക്കിലത്തെ പില്യൻ ഒരു ഫുഡ് റെസ്റ്റോ വയറുകളൊന്നും ഓപ്ഷനലായിട്ട് പോലും വരുന്നില്ല. ഇനി ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സ്റ്റാൻഡേർഡ് മോഡിഫൈ ചെയ്ത് വന്നൊരു മോഡലാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കൊരു ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് അത് വരുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഒരു ടാങ്കിൻ്റെ ആ ഒരു ഡിസൈൻ എടുത്ത് നോക്കിയാലും, ടെയിലൈറ്റ് എടുത്ത് നോക്കിയാലും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ എടുത്ത് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു ടച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് അത് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഷാസിസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഇപ്പം ക്ലാസ് 350 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 350 ആയിട്ട് വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു കളറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം ഒരു കുറച്ചും കൂടെ ലുക്കും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് ഇപ്പോൾ 350ൻ്റെ കേസ് പറയുകയാണെങ്കിൽ 350ക്ക് ഒരു റെഡ് കളർ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഷാസിസാണ് വരുന്നതെങ്കിൽ 500-നകത്ത് വരുന്നത് ഒരു ഗ്രീൻ കളർ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിക്കകത്ത് കൂടുതലായിട്ടും അവരൊരു ക്രോം ഫിനിഷ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ ആയാലും ശരി, അതിൻ്റെ ഒരു മിറർ ആയാലും ശരി, അതിൻ്റെ സൈഡിലും കുറേയൊക്കെ ഒരു ക്രോം ഫിനിഷ് തന്നെ അവർ കൂടുതലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ചെറിയൊരു തോതിൽ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്പോക്ക് വീൽസാണ്, അതും ഒരു ക്രോം ഫിനിഷ് സ്റ്റൈലിലാണ് അതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഹിമാലയൻ്റെ ഒരു പൊസിഷനിലാണ് ഈ വണ്ടിയുടെ ഒരു എക്സോസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൗണ്ടിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ ആറിയുടെ സെയിം 350cc എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ടൂണിങ്ങിൽ പോലും ചെറിയൊരു മാറ്റങ്ങൾ വരുന്നൊന്നുമില്ല. സെയിം കാർബറേറ്റർ 350cc എഞ്ചിനാണ് വരുന്നത്. പവറും ടോർക്കൊക്കെ നേരത്തെ പോലെ തന്നെ സെയിം ആണ്. ഇപ്പോൾ ഇനീഷ്യലായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ടോർക്ക് വരുന്നതുകൊണ്ട് തന്നെ ലോൻ്റും അതുപോലെ തന്നെ മിഡ് റേഞ്ച് എന്നൊക്കെ പറയുന്നത് പൊളിയാണ്. ഓഫ് റോഡിങ്ങിന് ഒരു രക്ഷയില്ല. നമ്മുടെ ഈ സിഗ്നൽസ് 350 കാണുന്ന പോലത്തെ സെയിം ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഡുവൽ ഡിസ്കും അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS ആണ് ഈ വണ്ടിയുടെ ഒരു ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓഫ് റോഡ് ബേസ്ഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ സ്വിച്ചബിൾ ABS ഇല്ലാത്തൊരു പോരായ്മ തന്നെയാണ്. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ക്ലാസിക് 350 കാണുന്ന പോലത്തെ സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്ക് അതും വരുന്നത്. പിന്നെ ഓഫ് റോഡ് ബേസ്ഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ടൂൺ ചെയ്തിട്ടുണ്ട് അവർ ഓഫ് റോഡിനായിട്ട് തന്നെ. ഓഫ് റോഡിന് പറ്റുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൽ സാധാരണ നോർമൽ ടൈപ്പ് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നതെങ്കിൽ ബാക്കിൽ നമുക്ക് ട്വിൻ ഗ്യാസ് ചാർജർ ഷോക്ക് അബ്സറാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ വരുന്ന പോലത്തെ തന്നെ സാധാരണ നോർമൽ ടൈപ്പ് ഹാലജൻ ലൈറ്റാണ് ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റായിട്ടും വരുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ കാണുന്ന സെയിം ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിലും കാണാം. ഇനി ഇൻഡിക്കേറ്ററിൻ്റെ അതുപോലെ തന്നെ ടെയിൽ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പം വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസെപ്റ്ററിൻ്റെ സെയിം ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ടെയിൽ ലൈറ്റും നമ്മുടെ ആ ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ മോഡലാണ് വരുന്നത്. പിന്നെ ക്ലാസിക് 350 കാണുന്ന പോലത്തെ സെയിം മീറ്റർ കൺസോളാണ് ഈ ഒരു വണ്ടിക്കതും വരുന്നത്. പിന്നെ ആംബ് മീറ്റർ മാറ്റിക്കൊണ്ട് അവർ അത്യാവശ്യം വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹിമാലയൻ്റെ അത്രയും ഓഫ് റോഡിങ്ങിന് ഫ്രണ്ട്ലിയായിട്ടുള്ളൊരു സസ്പെൻഷൻ അല്ലെങ്കിലും നമുക്കിപ്പം സിറ്റിയിലും അതുപോലെ തന്നെ അത്യാവശ്യം ഓഫ് റോഡും ഒരുപോലെ ചെയ്യാൻ തരത്തിൽ ട്യൂൺ ചെയ്തിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഈ ഒരു വണ്ടി അത് വരുന്നത്. നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്ലാസിക്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ വരുന്ന പോലത്തെ സെയിം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്കതും വരുന്നത്. പിന്നെ ചെയിനും സ്പോക്കറ്റിലൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് 350 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 350 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഗിയർ റേഷ്യയിൽ നല്ല രീതിയിൽ തന്നെ അവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് പോർഷനൊക്കെ പറയുന്നത് ക്ലാസ് 350 കാണുന്ന പോലത്തെ സെയിം സീറ്റിംഗ് പോർഷന് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്.
പക്ഷേ ഹാൻഡിൽ ബാറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ട് നമുക്ക് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നിന്നുകൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റുന്ന തരത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈഡറിൻ്റെ ഫുഡ് പെക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിയർ സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ടയറിൻ്റെ കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പക്ക ഒരു ഓഫ് റോഡ് സ്റ്റൈലിലാണ് ഈ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഹിമാലയയിൽ കാണുന്ന പോലത്തെ സെയിം ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് റിയറിലായാലും അതുപോലെ തന്നെ ഫ്രണ്ടിലായാലും ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ടയർ സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 90 ടയറാണ് വരുന്നതെങ്കിൽ ബാക്കിൽ 180 ടയറാണ് വരുന്നത്. പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അധികം ടോപ്പ് എൻഡോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ നിന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഇപ്പം 350 നിന്നാലും അതുപോലെ തന്നെ 500 നിന്നാലും നമ്മൾ അത്യാവശ്യം ടോപ്പ് എൻഡോ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റേസിംഗ് ബൈക്കല്ല. കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇനീഷ്യൽ പഞ്ച് അതുപോലെ തന്നെ ഇനീഷ്യൽ ടോർക്ക് വരുന്നൊരു ബൈക്കാണ്. പിന്നെ ഓഫ് റോഡിങ്ങിൽ നമുക്ക് ടോപ്പ് എൻഡിൻ്റെ ആവശ്യമില്ല. ഒരു ഇനീഷ്യൽ പഞ്ചും അതുപോലെ തന്നെ ഇനീഷ്യൽ ടോർക്കിൻ്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ. അതിപ്പം ഈ ഒരു വണ്ടിക്കകത്ത് കൂടുതലും വരുന്നുണ്ട് മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച്. പിന്നെ ഈ വണ്ടി ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ തോന്നിച്ചെങ്കിലും ഞാൻ നേരിട്ട് വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഒരു ക്ലാസിക്കിൻ്റെ അത്രയും പോലും ഒരു വലുപ്പമോ അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ബിഗ്നെസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ചെറിയൊരു കുട്ടി വണ്ടി പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ വെയിറ്റ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. 187 കിലോഗ്രാം അടുത്ത് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും വെയിറ്റിൽ നമുക്ക് വരുത്തുന്നില്ല. ഓഫ് റോഡിങ്ങിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാം. ഒരു ഫൺ ടു റൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി നമുക്ക് ഒരു ഓഫ് റോഡിങ്ങിൽ നമുക്ക് പക്ക ഒരു ഫൺ റൈഡിങ്ങാണ് ഈ ഒരു വണ്ടി വരുന്നത്. പിന്നെ സ്വിച്ചബിൾ ABSൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി കുറച്ച് കൂട്ടാതിരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഓഫ് റോഡിങ്ങിന് പോലെ തന്നെ കുറച്ച് ടൂറിങ്ങിനും ഫ്രണ്ട്ലിയായിട്ടുള്ളൊരു വണ്ടിയായതുകൊണ്ട് തന്നെ ഒരു 15 ലിറ്റർ അല്ലെങ്കിൽ 18 ലിറ്ററെങ്കിലും കൊടുക്കാമായിരുന്നു ഈ വണ്ടിയുടെ ടാങ്ക് റേഞ്ച്. പിന്നെ മൈലേജ് അറൗണ്ട് ഒരു 500 ആണെങ്കിൽ ഒരു 25 തൊട്ട് 33 വരെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതും ആ ഒരു എക്കണോമിയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈലേജ് കിട്ടത്തുള്ളൂ. പിന്നെ 350 ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 35 തൊട്ട് ഒരു 38 മാക്സിമം ആണെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ അതിന് മണ്ടയ്ക്ക് കിട്ടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്നവർക്കാണ്. പിന്നെ ഒരു നോർമൽ യൂസിനൊക്കെ ഒരു 35 തൊട്ട് 38 വരെ നിങ്ങൾക്ക് സിറ്റിയിലായാലും ഹൈവേയിലായാലും പ്രതീക്ഷിക്കാം. നമ്മൾ ആ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിമാലയം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടി വാല്യൂ ഫോർ മണിയാണോ എന്ന് ചോദിച്ചിട്ട്. അന്നേരം അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,94,000 രൂപയ്ക്ക് അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഹിമാലയൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,17,000 രൂപ. അന്നേരം നിങ്ങൾക്കിപ്പം കട്ട ഒരു ഓഫ് റോഡറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ആ ഒരു ഹിമാലയനിലേക്ക് പോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിറ്റിയിലും അതുപോലെ തന്നെ കുറച്ച് ലേശം ഓഫ് റോഡ് ചെയ്താൽ മതി എന്ന മൈൻഡുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയേക്കാളും മോർ പവർ അതുപോലെ തന്നെ ബെറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യാം. ഹൈവേയിലും ഈ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു ഹിമാലയൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മോർ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഹിമാലയനിൽ ഈ ഒരു വണ്ടി അപേക്ഷിച്ച് വരുന്നുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളായാലും ശരി, ഓയിൽ കൂളറായാലും ശരി, FI എൻജിനായാലും ശരി, നമുക്കിപ്പം ഈ ഒരു വണ്ടി അപേക്ഷിച്ച് എൻ്റെ അഭിപ്രായത്തിൽ 10-15 രൂപ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൂടുതൽ ഫീച്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഹിമാലയം വെച്ച് ഈ ഒരു വണ്ടി വാല്യൂ ഫോർ മണിയല്ല. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റെനൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ക്ലാസ് 350 കാണുന്ന സെയിം ഒരു മെയിൻ്റെനൻസ് ഈ ഒരു ക്ലാസ് 350 നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 500 കേസ് പറഞ്ഞാലും ആ ഒരു 500 വരുന്ന സെയിം ഒരു മെയിൻ്റെനൻസ് ആയിരിക്കും ഈ ഒരു വണ്ടിക്കകത്തും വരുന്നത്. ചെറിയ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. അതിപ്പം ഓരോ വണ്ടികൾ നമ്മൾ ഈ മാറ്റം വരുന്ന പോലെ ഇരിക്കും. പിന്നെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് വൈബ്രേഷൻ ഉണ്ടോ എന്നാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓടിച്ചത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വൈബ്രേഷന് മറ്റുള്ള റോയൽ എൻഫീൽഡ് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും തീരെ ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ ഒരു ഫ്രെയിമിൽ വരുന്ന ഒരു മാറ്റം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു ഡിസൈനിലും നമുക്ക് ഹാൻഡിൽ ബാറിലായാലും ശരി, ഫുഡ് പെക്കിലായാലും ശരി, മറ്റുള്ള റോയൽ എൻഫീൽഡ് ക്ലാസിക്കിനെ അപേക്ഷിച്ച് ഒട്ടും തന്നെ വൈബ്രേഷനുകളിലൊക്കെ തരുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഹീറ്റിംഗ് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല.
എന്നിരുന്നാലും നമുക്ക് ആ ഒരു 350 സീരീസിൽ വരുന്ന സെയിം വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ല. എന്നിരുന്നാലും ഹീറ്റിംഗ് ഉണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. 350യിൽ വരുന്ന പോലത്തെ സെയിം ഒരു ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കകത്തും വരുന്നുള്ളൂ. ഇനി ഈ വണ്ടി ഏതൊക്കെ വണ്ടിക്ക് മേലെ എടുക്കണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വണ്ടി എടുക്കുന്നവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആഴ്ചയിൽ ഒരിക്കൽ വീക്കിലൊക്കെ ഓഫ് റോഡിങ്ങിനും അതുപോലെ തന്നെ സിറ്റിയിൽ ഓടിക്കാനും അതുപോലെ തന്നെ ടൂറിങ്ങിന് ഓടിക്കാനും പ്രാധാന്യം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഓഫ് റോഡും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ പില്ലിയന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ വണ്ടിയുടെ ബുക്കിംഗ് അതുപോലെ തന്നെ സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ലോഞ്ചിങ് ഒരു വലിയൊരു ഒഫീഷ്യലല്ലാത്തതുകൊണ്ട് തന്നെ അധികം ആരും അറിഞ്ഞിട്ടില്ല. ഈ ഒരു റിവ്യൂസും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും കണ്ടൊക്കെ തന്നെയാണ് ഓരോരുത്തരും ഈ ഒരു വണ്ടിയെക്കുറിച്ചിട്ട് കൂടുതലും അറിയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡ് ചെയ്യാനും അതുപോലെ തന്നെ ടൂർ ചെയ്യാനും സിറ്റിയിൽ യൂസ് ചെയ്യാനും നിങ്ങൾ നോക്കുന്നൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നല്ലൊരു ഓൾറൗണ്ടർ ബൈക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അന്നേരം ഈ ഒരു വണ്ടിയെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ഉത്തരങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയും ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.